ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ഹോം ട്യൂഷൻസ്. എന്തൊക്കെയാണ് എന്റെ മക്കളെ വിശേഷങ്ങൾ? സുഖാണോ? എല്ലാരും എവിടം വരെ എത്തി? പഠനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എല്ലാവരുടെയും, അല്ലേ? അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ മിസ് ചെയ്യുന്ന ഫസ്റ്റിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ആരാണ് നമ്മുടെ കറന്റ് റെയിൽവേ മിനിസ്റ്റർ എന്നാണ് എന്റെ മിസ്സിന്റെ ഇന്നത്തെ ചോദ്യം. നമ്മളിപ്പോ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഡൽഹിയിലൊക്കെ കുറെ ആൾക്കാർ തിക്കും തിരക്കിലൊക്കെ പെട്ടിട്ട് മരണപ്പെട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കറന്റ് റെയിൽവേ മിനിസ്റ്റർ ആരാന്നാണ് മിസ് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ മക്കളെല്ലാരും ആൻസർ എന്ത് ചെയ്യണം? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, പിന്നെ മക്കൾ എന്ത് ചെയ്യണം? നമ്മൾ നിങ്ങളുടെ പോലെ തന്നെ അല്ലേ, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവില്ലേ, ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരിക്കും, ഇതേപോലെ +1 +2 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? അവർക്കും കൂടി എന്താണ് നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ എന്തായിരുന്നു ഫസ്റ്റ് പാർട്ട് 1 എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്ത്യയുടെ പോവേർട്ടി എന്താണെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് BPL, ബിലോ പോവേർട്ടി ലൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു? ഇന്ത്യയിൽ എങ്ങനെയാണ് ദാരിദ്ര്യത്തിന്റെ അല്ലെങ്കിൽ പോവേർട്ടിയുടെ മെയിൻ കോസസ് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ എന്താ പറയുന്നത്? ബ്രിട്ടീഷ് റൂളും അതുപോലെ പോവർട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് ഫോളോഡ് എ പോളിസി ഓഫ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഡിക്ലൈൻഡ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഡിക്ലൈൻഡ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. പിന്നെ എന്ത് സംഭവിച്ചു? ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ ബിക്കെയിം ബാക്ക്വേർഡ്. ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ എന്താണ്? ബാക്ക്വേർഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? Land revenue system introduced by the British resulted in the decline of agriculture. എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു? ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ എന്ത് സംഭവിച്ചു? ഡിക്ലൈനിങ് സംഭവിച്ചു. പിന്നെ എന്താ പറയുന്നത്? ബ്രിട്ടീഷ് ഇമ്പോസ് ഹെവി ടാക്സ് ഓൺ ദ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്തത്? ഹെവി ടാക്സസ് ആണ്. അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവർക്ക് എന്താണ് ബേസിക് എസെൻഷ്യൽ പോലും നിറവേറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ ടാക്സും കൂടി ചുമത്തിയാൽ അവരെന്താ വീണ്ടും വീണ്ടും പോവർട്ടിയിലോട്ടല്ലേ വരുന്നുള്ളൂ. ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് ഹെവി ടാക്സ് ഓൺ ദ ഇന്ത്യൻ പീപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? They took away India's resources. They used India as a market for selling their goods and resources of raw materials. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്താ ചെയ്യുന്നത്? ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യനെ ഒരു മാർക്കറ്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് അല്ലെ? ഇന്ത്യയിൽ നിന്നും റോ മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് സാധനത്തിന് മേടിച്ചിട്ട് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് അവരുടെ കൺട്രിയിലോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അല്ലാതെ ഇന്ത്യയെ അതെന്താണ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഇനി എന്താണ് ഗവൺമെന്റ് അപ്രോച്ച് അബോളിഷ് ഓഫ് പോവർട്ടി. പോവർട്ടി അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ അപ്രോച്ചുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തൊക്കെ സമീപനങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ അവിടെ കാണുന്നത്? എക്കണോമിക് ഗ്രോത്ത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. തേർഡ് പോയിന്റ് എന്താണ്? പ്രൊവൈഡിങ് ബേസിക് ഫെസിലിറ്റീസ് നൽകുക. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു എന്താണ്? ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ചുകൾ എടുത്തു. എന്താണ് GDP എന്ന് പറയുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ? എക്കണോമിക്സ് എടുത്ത പിള്ളേർക്ക് GDP എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? എന്താണ്? ഒരു രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തെയാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ GDP ആൻഡ് പെർ ക്യാപിറ്റ GDP will help in abolishing poverty. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? എഫക്ട് ഓഫ് എക്കണോമിക് ഗ്രോത്ത് വിൽ spread all sections of society. Okay, I will trickle down to poorer sections of society. So development of agricultural sector, industrial sector and service sector was given priority in the 5-year plan. 3 സെക്ടർ ആണ് നമുക്കുള്ളത്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ എന്ത് ഇൻക്ലൂഡിംഗ് ആണ്? അഗ്രികൾച്ചർ സെക്ടർ എന്നും കൂടെ പറയും. സെക്കൻഡറി സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയും. ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് സെക്ടർ എന്ന് പറയും. സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞതാണ്? പോവേർട്ടി അലീവിയേഷൻ പ്രോഗ്രാം. അതായത് ഒരുപാട് പ്രോഗ്രാമുകൾ ടാർഗറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? പൂർ പീപ്പിളിനെ എന്ത് ചെയ്യുന്നു? ദാരിദ്ര്യത്തിൽ നിന്നും കം ഔട്ട് ഓഫ് പോവേർട്ടി.
They aim to provide employment and create എന്താണ് social assets. First one ആണ് NFFWP. What do you mean by NFFWP? ഇത് മക്കൾക്ക് അറിയാവോ? നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആണ്. അത് എന്നാണ് ലോഞ്ച് ചെയ്തത്? വാസ് launched in 2004 to provide wage employment to unemployed people. ഇതിനാണ് NFFWP, to provide wage employment to unemployment people. Okay. Second one program എന്താണ്? REGP, Rural Employment Generation Program. എന്ന് വെച്ചാൽ എന്താണ്? Creating self-employment opportunity in rural areas and small towns. അതായത് സ്മോൾ ഏരിയയിലും റൂറൽ ഏരിയസിലും എന്താണ് ക്രിയേഷൻ നൽകുക, എന്തിന്? ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതെന്താണ്? The Khadi and Village Industries Commission is implementing it. Then third one ആണ് എന്ത്? PMRY, പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. അത് എന്നാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്? 1994. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? To create self employment. പിന്നെ ഫോർത്ത് വൺ ആണ് SJSRY, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അത് എന്തിനാണ്? ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ? ബോത്ത് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് എന്താണ്? എല്ലാം അർബൻ ഏരിയാസിലായിരുന്നു. Then now this program is renamed Prime Minister Employment Generation Program. അപ്പൊ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 4 പ്രോഗ്രാമുകൾ പഠിച്ചു അല്ലെ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, പിന്നെന്താണ്? പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. പിന്നെ നാലാമത്തെ എന്തായിരുന്നു? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അതിനെ റീനെയിം ആയിട്ട് എന്താണ് ഇപ്പൊ പേര്? പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. പിന്നെ ലാസ്റ്റ് വൺ അല്ലെങ്കിൽ ഫിഫ്ത് വൺ ആണ് എന്ത്? സ്വർണ ജയന്തി ഗ്രാം സരോസ്കർ യോജന, SGSY. എന്റെ മക്കൾ എന്താ ഇതെല്ലാം പഠിക്കണം. കാരണം നിങ്ങൾക്ക് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്താണ്? ടു ബൂസ്റ്റ് എക്കണോമിക് ഗ്രോത്ത്, അല്ലെങ്കിൽ എന്താണ്? ടു പ്രൊവൈഡ് എന്താണ്? അലീവിയേഷൻ പ്രോഗ്രാം, പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം. ഇപ്പൊ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം ആണ് ഇതിപ്പോ നമ്മൾ പഠിച്ചതൊക്കെ. SGSY അല്ല. അതെന്താണ്? SGSY എന്ന് പറഞ്ഞാൽ എന്താണ്? റൂറൽ എംപ്ലോയിഡ് men and women for self-help group and start their own enterprises. അതിനാണ് നമ്മൾ പറഞ്ഞത് SHG എന്ന് പറയുന്നത്. SHG എന്ന് പറയുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുടുംബശ്രീ പോലെ, അതായത് കുറച്ച് ആളുകൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയൽവാസികൾ എന്തായിരിക്കും? അയൽപക്കത്തുള്ള സ്ത്രീകൾ എല്ലാവരും കൂടി കൂടിയിട്ട് അവരെന്ത് ചെയ്യും? ഒരു പിരിവ് പോലെ എല്ലാവരും കയ്യിലുള്ള കണക്ക് എന്ത് ചെയ്യും? അടയ്ക്കും. അതെന്തിനാ? അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താണ്? ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആയിരുന്നു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഒരു പദ്ധതിയാണ് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ. അതെന്താണ്? ദിസ് പ്രോഗ്രാം എൻകറേജസ് urban employed men to form self-help group and start their own enterprises. Okay. പിന്നെ എന്താണ്? MNREGA. അതെന്റെ മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? തൊഴിലുറപ്പ് പദ്ധതി അല്ലെ? എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. അത് എന്നായിരുന്നു പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ? എന്നാണ് ആക്ട് ചെയ്തത്? എന്തായിരുന്നു? 2005. അതെന്താണ്? ടു റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെന്റ്. എന്താണ് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി? Provide at least 100 days to work one member of family in a year. ഒരു വർഷത്തിൽ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് എന്താണ്? 100 ദിവസം തൊഴിൽ നൽകുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ എന്തും കൂടെ പറയുന്നുണ്ട്? റൈറ്റ് ടു വർക്ക് ആക്ട് എന്നും കൂടെ പറയുന്നുണ്ട്. മൂന്നാമത്തെ അപ്രോച്ച് ആയിരുന്നു അല്ലെങ്കിൽ എന്താണ്? ഡയറക്ട്ലി പ്രൊവൈഡ് ബേസിക് ഫെസിലിറ്റീസ് ടു ദ പുവർ. എന്താണ്? പാവപ്പെട്ടവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഫെസിലിറ്റീസ് നൽകുക. എന്താണ്? എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എന്താ പറയുന്നത്? Provide food materials and subsidies rate, provide free education and health care, provide safe drinking and water sanitation facilities ഒക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എക്കണോമിക് ഗ്രോത്ത് പറഞ്ഞു. പിന്നെ എന്താണ്? എന്താ? പോവർട്ടി അലീവിയേഷൻ ഗ്രോത്ത് പ്രോഗ്രാംസുകൾ പറഞ്ഞു. പിന്നെ എന്താണ്? ഗവൺമെന്റ് എന്താണ്? ഡയറക്ട്ലി പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. അതുപോലെ ജൻധൻ ബാങ്ക് അക്കൗണ്ട്. ജൻധൻ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പീപ്പിൾ ആർ എൻകറേജ്ഡ് ടു എൻകറേജ് ചെയ്യുന്നു? ഓപ്പൺ സീറോ ബാലൻസ് അക്കൗണ്ട്. എന്ത് വേണ്ടി? അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദിസ് വിൽ പ്രൊമോട്ട് സേവിംഗ് ഹാബിറ്റ്. എന്താണ്? ഹ്യൂമൻ ബീയിങ് സേവിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുക. ഇറ്റ് എനാബിൾസ്
government to provide all benefits and subsidies directly to the people. Account holder gets insurance for 3,000 or 30,000 and accident insurance of 1 lakh. Okay. ഇത്രയുമാണ് നമ്മളപ്പോ പഠിച്ചത്. എന്തൊക്കെയാ അപ്പൊ ഇന്ന് പഠിച്ചത്? പോവർട്ടി എന്താന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു. പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസുകളൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ ഇന്നടുത്ത ചാപ്റ്ററിലേക്ക് ഇന്നടുത്ത ഈ ഭാഗങ്ങൾ എന്താണ്? പോവർട്ടി എന്നുള്ള പോർഷൻ എന്റെ മക്കൾ എന്താണ് നന്നായിട്ട് പഠിച്ചിട്ട് വരണം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് എന്റെ മക്കൾ കമന്റ് ആയിട്ട് എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. ഓക്കെ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എന്താണ് ന്യൂ ഹോം ട്യൂഷൻ എന്നുള്ള പേജ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പൊ മിസ് തുടക്കത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കറന്റ്ലി റെയിൽവേ മിനിസ്റ്റർ ആരാണ്? അപ്പൊ അറിയുന്നവരെന്താണ് എത്രയും വേഗം കമന്റ് ആയിട്ട് ആൻസർ എന്താണ് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു, ബൈ.